കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിള ഒറ്റാമരത്ത് യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറത്തു കൊലപ്പെടുത്തി. തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിയോടെ ഒറ്റാമരത്തുള്ള വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് കാറിനുള്ളിൽ ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടത്. കളിയിക്കാവിള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദീപു. JCB വാങ്ങാൻ പണവുമായി കോയമ്പത്തൂരിന് പോയതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മറ്റൊരാൾ കാറിൽ കയറിയതായി പോലീസിന് സംശയമുണ്ട്. സംഭവ സ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിസിനസ്സിൽ ദീപുവിന് ശത്രുക്കളുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ സംശയം. രണ്ടുപേരുണ്ട്. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാണ് ദേഷ്യം വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അടിയേറ്റുണ്ട്. പോണ സാറ്റർഡേ സംബന്ധിക്കാൻ പറഞ്ഞ് പോണ വഴി കഴിഞ്ഞാൽ പിക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്ന് അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടോ. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. 24 തിരുവനന്തപുരം. ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി നാഗർകോവിലിൽ നിന്ന് സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഈ കൊലപാതകത്തെക്കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സലിം? അൻമരിയായി കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തുകയാണ്. പ്രത്യേകിച്ചും CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പോലീസിന് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന അതൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊലപാതകമാണ് എന്നാണ്. പക്ഷേ ആരാണ് ആ കൃത്യം ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരുന്നില്ല. അതല്ലെങ്കിൽ പോലീസ് അക്കാര്യങ്ങൾ വിട്ടു പറയുന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ ഭാര്യ പറയുന്നതനുസരിച്ച് മറ്റൊരാൾ കൂടി ഈ യാത്രയ്ക്കൊപ്പം ചേർന്നിരുന്നു. അങ്ങനെ ഒരു സൂചന പോലീസിനും ലഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മറ്റൊരാൾ കൂടി ദീപുവിനൊപ്പം ഈ കാറിൽ കയറിയിരുന്നതായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാൾ കസ്റ്റഡിയിലാണ് എന്നാണ് വിവരം. പക്ഷേ ഈ കൊലപാതകത്തിൽ അയാൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞും മറ്റ് വിവരങ്ങൾ ശേഖരിച്ചും വരികയാണ്. നിലവിൽ 10 ലക്ഷം രൂപ ദീപുവിന്റെ പക്കലുണ്ടായിരുന്നു. ആ പണം തട്ടിയെടുക്കാനാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്, അതല്ല മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് ആലോചിക്കുന്നുണ്ട്. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം 7 അംഗ സംഘം ആണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല കേരള പോലീസിന്റെ സഹായം കൂടി തേടുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കൈമനത്തെ വീട്ടിലാണ് ഇവരുടെ ഭാര്യയും മക്കളുമൊക്കെ ഉള്ളത്. അവിടെയും ആ പ്രദേശം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ ദീപുവിന്റെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കോറി ഉണ്ടായിരുന്നു. ആ കോറി ഇപ്പോൾ അടച്ചിട്ട് പകരം ഇദ്ദേഹം ഒരു JCBയുടെ കച്ചവടം നടത്തുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും JCB വാങ്ങി അത് നാട്ടിലെത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തി അതിനുശേഷം അത് ഉയർന്ന തുകയ്ക്ക് വിൽക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രീതി. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നതനുസരിച്ച് ഏറെ നാളുകൾക്ക് മുൻപ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടൊരു ഗുണ്ടാ സംഘം ബന്ധപ്പെട്ടിരുന്നു. അതിന് പിന്നിലുള്ള മറ്റ് കാരണങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. അതിനുശേഷം പിന്നീട് അത് 5 ലക്ഷമാക്കി കുറച്ചു. 5 ലക്ഷമെങ്കിലും തന്നില്ലെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതിന് പിന്നാലെ വീണ്ടും 50 ലക്ഷം രൂപ വേണമെന്നൊരാവശ്യം ഈ സമീപ ദിവസങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല കുട്ടികളെ ഉൾപ്പെടെ അപായപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായി മകനും ഭാര്യയും പറയുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലൊരു ഭീഷണി നേരത്തെ തന്നെ നേരിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, ഒരു പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ അതിലേക്ക് എത്താൻ അത് ആരാണ്, ആ ഗുണ്ടാ സംഘങ്ങൾ ആരാണ്, അവരുടെ പ്രേരണ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഈ പ്രതികളെ ഇന്നുകൊണ്ട് തന്നെ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഒരാളാണോ അതല്ല ഒരു സംഘം ആളുകൾ ഈ കൊലപാതകത്തിന് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആ കാറിൽ ഈ കളിയിക്കാവിള അതിർത്തിയിൽ തിരുവനന്തപുരത്ത് അതിൻ്റെ ഏറ്റവും അവസാനം തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. അവിടെ ആ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാറിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട്
തന്നെ ഏറെ മുൻപ് തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള ഒരു നിഗമനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല ഈ നിർത്തിയിട്ടിരിക്കുന്ന കാർ, ഈ പ്രദേശത്ത് ഏറെ നേരം നിർത്തിയിട്ടിരുന്ന ആ കാർ ഹസാർഡ് ലൈറ്റ് തെളിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദീപു അറിയാതെ, ദീപു വാതിൽ തുറന്നു കൊടുക്കാതെ ആ കാറിലേക്ക് ഒരാൾക്ക് കയറുക പ്രയാസമാണ്. അങ്ങനെ ആ നിലയിൽ പോലീസ് ആ നിലയിലുള്ള ഒരു അന്വേഷണം, ഒപ്പം സഞ്ചരിച്ചത് ആര് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ദീപുവിൻ്റെ തന്നെ മാനേജറാണ് അക്കൗണ്ടിൽ നിന്ന് ആദ്യം 7 ലക്ഷവും പിന്നീട് 3 ലക്ഷവുമായി 10 ലക്ഷം രൂപ പിൻവലിച്ചത്. ആ 10 ലക്ഷം രൂപയും കാറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ദീപുവിൻ്റെ ഫോണും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സൂചന ഉണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാഗർകോവിൽ SP ഓഫീസിന് മുൻപിലാണ്. അവിടെയും ഈ SP-യുമായി അല്പസമയത്തിനകം തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ കേസിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് എന്നാണ്, ഈ അന്വേഷണത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അത് ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് എന്നുമാണ് പോലീസ് പറയുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ അങ്ങനെ ഒരു അറസ്റ്റ്, ഒരു പ്രതിയിലേക്ക് ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നതും നമുക്ക് സൂചനയായി ലഭിക്കുന്നുണ്ട്. അൻമരിയ. ശരി, കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിള ഒറ്റാമരത്ത് യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നാഗർകോവിൽ നിന്നും സലിം മാലിക്.